ഇന്നലെ എപ്പിസോഡിന്റെ റിവ്യൂല് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു പോയിരുന്നു. വേറൊന്നുമല്ല, അക്ബർ മറ്റേ അനുമോളെ പറ്റി പറഞ്ഞൊരു കാര്യമാണ്. വേറെ നമ്മുടെ ടാസ്കിനിടയിൽ സാരി എടുത്തോണ്ട് വന്ന അനുമോള് മറ്റേ ബോൾ ക്യാച്ച് ചെയ്യുന്നതിന്റെ ഇതില് അല്ലെ. അപ്പോൾ ആ ഒരു ടാസ്കില് സാരി എടുത്ത് എന്തിനാന്ന് ലാലോട് ചോദിച്ചപ്പോൾ അക്ബർ പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, അക്ബർ പറഞ്ഞത് എന്താണ്, ഇനിയിപ്പോ സാരി വലിച്ചു ഊരിയല്ലോ എന്ന് പറയുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അനുമോൾ ആ സാരി എടുത്തിട്ടെന്നാണ് പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. എന്നിട്ട് അത് കേട്ട ലാലേട്ടൻ എന്നും ഇതെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അക്ബറിനെതിരെ ഒന്നും അതിൽ പറയുന്നത് ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ അക്ബർ ആ പറഞ്ഞതിനെല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്തൊക്കെയോ ആവട്ടെ, എന്തോ ആയിക്കോട്ടെ, അതൊരു പെൺകുട്ടിയല്ലേ, പെൺകുട്ടി പറ്റിയാണ് പറയുന്നത്. സാരി വലിച്ചു ഊരുന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാനായിരിക്കും ഇനിയെന്ന്. എന്നിട്ട് അതിപ്പോ കേട്ടിട്ട് പ്രതികരിക്കാത്ത ലാലേട്ടനും എന്തൊരു മോശമായിരുന്നു അറിയോ അത്. ആ അക്ബറിന്റെ ആ ഒരു വാക്ക് ഇപ്പൊ ഇത്രയും പറഞ്ഞല്ലോ, അനുമോൾ ഭയങ്കര മോശമാണ്, ഭയങ്കരമായിട്ട് എല്ലാം പറഞ്ഞു. അതേ ഈക്വലി അക്ബറും മോശമാണ് ഇപ്പൊ പറഞ്ഞ വാക്ക്. അറിയില്ല. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു വകക്ക് കൊള്ളത്തില്ല എപ്പിസോഡായിരുന്നു. ആകെ ആ എവിക്ഷൻ കാണാൻ കൊള്ളായിരുന്നു. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ഈ ഒരു ടാസ്ക് ടിക്കറ്റ് ഫിനാലെ തുടങ്ങി, ആ ഒരു ടാസ്ക് അത്രയും കൊള്ളായിരുന്നു. ബാക്കി ഒന്നും സംസാരിക്കാനോ എന്താണെന്നല്ല, വെറുതെ എന്തൊക്കെയോ സംസാരിക്കുന്ന ഒരു എന്താണ് ഈ അനുമോളുടെ നെവിന്റെ ഇഷ്യൂസ് അതിനെ പറ്റി സംസാരിച്ചത് പോലും ഞാൻ കണ്ടില്ല ഇന്ന് മര്യാദക്ക്. അതിനെയൊക്കെ ഒന്ന് കോമഡി ആക്കി വിട്ടു. അപ്പോൾ നമുക്ക് സംസാരിക്കാൻ വേണ്ടി പേര് ഷെയർ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബിഗ് ബോസ് റീൽസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ എന്താണ് നമ്മുടെ ഇത് പറയാണ്, സാബുയുടെ ക്യാപ്റ്റൻസിനെ പറ്റി പറയാണ്. ബാക്കി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഹനീഷ് മാത്രം മോശമായിരുന്നു, അക്ബറിന്റെ ടീമിലേക്ക് പോയ പോലെ തോന്നി എന്നൊക്കെ ഹനീഷ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെവിൻ അനുമോളിന്റെ ആ ഒരു ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയും മറ്റേ അമ്മമ്മക്ക് വിളിയും ആ കാര്യത്തിനെ പറ്റിയും ചോദിച്ചു. അതിനും വലിയ ഇതെന്നിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ചോദിച്ചാൽ അവിടെ അമ്മമ്മയെ പോയി പറയൂ എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ ഞാൻ ലൈസൻസ് കൊടുത്തോ എന്തൊക്കെയോ എന്താണെന്ന് പറഞ്ഞില്ല, അതൊക്കെ വെറുതെ നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞ പോലെയായിട്ട് എനിക്ക് തോന്നി. അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അനുമോളോട് പറയാനുള്ളതുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണെന്ന് പറയും, വെറുതെ ആ കേസുകൾ അങ്ങ് വെറുതെ വിട്ടു പോയിട്ട് എനിക്ക് തോന്നി. സീക്രട്ട് ടാസ്കിനെ പറ്റി ചോദിച്ചിരുന്നു. സീക്രട്ട് ടാസ്ക് എങ്ങനെയുണ്ട്, നല്ല രീതിയിൽ തന്നെ ചെയ്തു. ആര്യന് ആദ്യം വിശ്വാസം ഉണ്ടായിരുന്നില്ല, പക്ഷെ വിശ്വസിപ്പിച്ചാൽ ഇതാക്കാമെന്ന് പറയുന്നു. പിന്നെയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, അനീഷ് 5 പ്രാവശ്യം തുടർച്ചയായിട്ട് 4 പ്രാവശ്യം അല്ലാതെ ഒരു പ്രാവശ്യമാണ്, മൊത്തത്തിൽ 5 പ്രാവശ്യം അനീഷ് ജയിലിലേക്ക് പോയിട്ടുണ്ട് റെക്കോർഡ് അടിച്ചു. അപ്പോൾ അതിന് റെക്കോർഡ് അടിച്ച ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് ജയിലിന്റെ അവിടെ ആ ഒരു ഭാഗത്തേക്ക് എല്ലാവരോടും പറയുകയാണ്. എന്നിട്ട് അവിടെ ഏറ്റവും കൂടുതൽ റെക്കോർഡ് അടിച്ച ഒരാൾ വേണം. അവിടെ ഒരു പോർട്ടൽ വെച്ചാല് ഒരു ഇത്രയുള്ള ഈ നമ്മുടെ വീടിന്റെയൊക്കെ മുന്നിൽ മതിലിലേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്തൊക്കെ വെക്കത്തില്ല, ഇത് ഇന്നയാളുടെ വീടാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെ തന്നെ ആ ഒരു ജയിലിന്റെ ആ മതിലുമ ഒരു സാധനം കെട്ടിയിട്ട് വെച്ചേക്കാണ്. അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് നമ്മുടെ അനീഷാണ് എന്ന് പറയുകയാണ്. അനീഷ് അത് ഉദ്ഘാടനം ചെയ്യുന്നു. അനീഷ് ഈ ജയിലിന്റെ എന്തായിരുന്നു അയ്യോ വാക്ക് കിട്ടുന്നില്ല, ഐശ്വര്യം. അനീഷ് ഈ ജയിലിന്റെ ഐശ്വര്യമാണെന്ന് പോലും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെ ആയിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാല് ആ സംഭവം എന്നുവെച്ചാൽ ലാലേട്ടൻ പറയുന്നത് ആ തമാശയായിട്ട് എടുത്താൽ മതി കേട്ടോ, അതൊക്കെ എല്ലാം നമുക്ക് തമാശയായിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതേപോലെ. അപ്പോ ആ ഒരു കാര്യം ശരിക്കും ഒരാളെ അപമാനിക്കുന്ന പോലെ ആയിപ്പോയി. അനീഷിനോട് അത് ചെയ്തത് ഭയങ്കര മോശമായിപ്പോയി. ബിഗ് ബോസ് ടീം അത് കാണിച്ചത് ഭയങ്കരമായിട്ട് മോശമായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ രാത്രിയിലത്തെ എഗ്ഗിന്റെയും അതുപോലെ തന്നെ ദോശമാവിന്റെയും കേസ്, അതും വെറുതെ ഫണ്ണിയാക്കി അങ്ങ് വിട്ടു. ശരിക്കും പറഞ്ഞ അക്ബർ ഒരു കാര്യം ഇതിൽ പറഞ്ഞു, ആദിലക്കും നൂറക്കും വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു, എന്നിട്ട് ഒറ്റക്ക് തിന്നു എന്ന്. അക്ബർ ഇത്രയും മിനിമം കോമൺ സെൻസ് ഇല്ലേ ശരിക്കും പറഞ്ഞാല്. അനുമോൾ അങ്ങനെ തിന്നേണ്ട അവസ്ഥ വന്നതല്ലേ. ശരിക്കും പറഞ്ഞ നെവിൻ ആ സംഭവം പിടിച്ചു പറിക്കാൻ പോയപ്പോ അത് വീഴ് പോവാതെ അല്ലെങ്കിൽ അത്
കെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ അങ്ങനെ ചെയ്തത്. പക്ഷെ അക്ബർ പറയുന്നത് ആദിലക്കും നൂറയ്ക്കും കൊടുക്കണമായിരുന്നു, അതുകൊണ്ട് തന്നെ എന്താണ് അത് ഒറ്റയ്ക്ക് കഴിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അക്ബർ ഈ സാധനം മുന്നിൽ ഇരുന്നിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. നെവിൻ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, ആ ചപ്പാത്തി സേഫ് ആക്കാൻ നോക്കുന്നുണ്ട്. ആ ചപ്പാത്തി എന്താണ് നെവിനിലേക്ക് പോകരുത്, അല്ലെങ്കിൽ നെവിൻ നശിപ്പിച്ച് കളയരുത് എന്നാക്കാൻ വേണ്ടിയിട്ട് അനുമോള് മനഃപൂർവ്വം കഴിച്ചതാണ്, അത് ഇതാവാതിരിക്കാനാണ്. അല്ലാതെ ഒറ്റക്ക് തിന്നൊന്നല്ല. എനിക്കറിയത്തില്ല, അക്ബർ അങ്ങനെയാണ് പറഞ്ഞു. ശരിക്കും പറഞ്ഞ അക്ബർ അന്ന് അത് പറഞ്ഞ് വരുത്തി തീർത്തു അന്ന് തന്നെ. ശരിക്കും പറഞ്ഞ സംഭവം ഇതാണ്. ആ ഒരു നമ്മൾ കാണുമ്പോൾ നെവിൻ ഒരു പെണ്ണിനോടാ ചെയ്യണമെന്ന് പറഞ്ഞു. നെവിൻ എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞ അനുമോള് ഇറിറ്റേറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. എന്നിട്ട് ലാലേട്ടൻ അതിനെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല. എനിക്കറിയത്തില്ല. പിന്നെ ടിക്കറ്റ് ഫിനാലെ വരെയാണ്. ടിക്കറ്റ് ഫിനാലെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അനീഷ് ഒരു കള്ളത്തരം കാണിച്ചു. അനീഷ് ഇതൊരു കള്ളത്തരം വേറൊന്നല്ല, ഇത് പിടിച്ചപ്പോൾ ബാറ്റ് ബോൾ വീഴാതിരിക്കണം വിരല് പിടിച്ചു. ഇത് നമ്മളെല്ലാരും കാണുന്നുണ്ട്. ഇത് അനീഷിനോട് പറയുമ്പോൾ അനീഷ് അയ്യോ ബിഗ് ബോസ് അങ്ങനെയൊന്നും ഇല്ല. ഒരാൾ തെറ്റ് പറയുമ്പോൾ ആ തെറ്റ് അംഗീകരിക്കാനുള്ള മനസ്സ് അനീഷിനുണ്ടാവണം. മറ്റുള്ളവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന അനീഷ് സ്വന്തം കാര്യത്തിൽ ഒരു തെറ്റ് വരുമ്പോൾ ആ തെറ്റ് എന്താണ്, ഓക്കെ ഞാൻ ഈ തെറ്റ് ചെയ്തു, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയാനുള്ളൊരു ഇത് വേണം. ഒരു എന്തായാലും പറയുന്നത്, അത് പറയാനുള്ളൊരു ധൈര്യം വേണം. അല്ലാതെ ഞാൻ അങ്ങനെ ഒരിക്കലും ഇല്ല കള്ളം 2 പ്രാവശ്യം അനീഷ് അങ്ങനെ തന്നെ ചെയ്തു, 2 പ്രാവശ്യം. അപ്പൊ എനിക്കത് ഭയങ്കര എന്താണ് അനീഷിന്റെ ഒരു ഇത് ഭയങ്കര ഇത് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നി. കാരണം സത്യം പറയാതെ എന്താണ് നമ്മളെല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്, അപ്പോഴത്തേക്കും മനസ്സിലാവും എന്താ സംഭവം. പക്ഷെ അനീഷ് അതിനെ കള്ളത്തരമാക്കി മാറ്റുന്നു. അതെനിക്ക് സത്യമാണെങ്കിൽ സത്യമായിട്ട് പറയുക. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരാളല്ല അനീഷ്. അപ്പൊ സ്വന്തമായിട്ടൊരു കുറ്റം വരുമ്പോൾ അത് അംഗീകരിക്കാൻ പഠിക്കുക ആദ്യം. പിന്നെ എന്താണ് ഇത് ടിക്കറ്റ് ഫിനാലെ ഫസ്റ്റ് റൗണ്ട് ജയിക്കുന്നത് നെവിനാണ്. നെവിൻ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ ബോൾ പിടിച്ച് ബോളിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ നെവിൻ എന്താണ് കിട്ടുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ പറയാണ്, നിങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് ഈ ആഴ്ച സേവ് ആവണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പോയിന്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ നെവിനെ സേവ് ആക്കുന്നുണ്ട്, ആര്യനെയും നൂറേനെയൊക്കെ ഷാനവാസിനും സേവ് ആക്കുന്നുണ്ട്. ഇനി അക്ബറും ലക്ഷ്മി മാത്രമേ ഉള്ളൂ. അക്ബറും ലക്ഷ്മിയും എന്താണ് ഔട്ട്. ഞാൻ ആദ്യം കരുതിയത് സീസൺ 4 ബുള്ളറ്റ് എവിക്ഷനിൽ നല്ല ലക്ഷ്മിപ്രിയ ബുള്ളറ്റിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അതേപോലെ ആയിരിക്കും എന്ന് കരുതി. ഒന്ന് കറക്കിയിട്ട് ഒരു കാറ് പുറത്തിറങ്ങുമെന്ന് കരുതി. അങ്ങനെ ഒന്നുമല്ല, അക്ബറും ലക്ഷ്മിയും രണ്ട് വ്യത്യസ്ത കാറിൽ കയറിയിട്ട് എന്താണ് 2 കാറ് പുറത്തേക്ക് പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് 2 കാറ് ഒരുമിച്ചായിരുന്നു. അതിൽ അക്ബർ വരുന്നു, അക്ബർ സേവ് ആകുന്നു. ലക്ഷ്മി എവിക്റ്റഡ് ആണ്. അങ്ങനെ ലക്ഷ്മി എവിക്റ്റായി. ലക്ഷ്മി എവിക്റ്റായതിനു ശേഷം എന്താണ് നമ്മുടെ ലാലേട്ടൻ്റെ അടുത്തേക്ക് വരുന്നു. എന്താണ് വന്ന മുതൽ ഉള്ള എത്ര ദിവസം നിന്ന് അത്ര ദിവസത്തെ വീഡിയോയും കാണിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് നെവിനാണ്, നെവിൻ വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരോട് ബൈ പറഞ്ഞ് ലക്ഷ്മി പോകുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. ഇന്ന് പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞു. അടുത്ത ആഴ്ച ടിക്കറ്റ് ഫിനാലെയാണ് മൊത്തം നടക്കുന്നത്. നമുക്ക് നോക്കാം ടിക്കറ്റ് ഫിനാലെ എങ്ങനെയാണ്. നാളത്തെ നോമിനേഷൻ പ്രക്രിയ അതെങ്ങനെയാണ്. ഇപ്പോൾ ഓരോരുത്തരും പല പല സ്ഥലത്ത് ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്ന ടൈമിലായിരിക്കും ഓരോരുത്തർ പേര് പറഞ്ഞിട്ട് നിങ്ങൾ നോമിനേറ്റ് ചെയ്ത ആൾക്കാർ പറയും. ഓപ്പൺ നോമിനേഷൻ ആണ്, പക്ഷെ ഇൻഡയറക്റ്റ് ഓപ്പൺ നോമിനേഷൻ പോലെ എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സോഫയിൽ ഇരുന്നിട്ടല്ല സംഭവം ചെയ്യുന്നത്. ഇപ്പോൾ അവർ ഓരോരുത്തരും പണികൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരാളിപ്പോൾ കുക്കിങ്ങിൽ ഇങ്ങനെ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും പറയുന്നത് നെവിൻ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള ആൾക്കാരാണ് അവർ പറയാം. അപ്പം തന്നെ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ പറയണം. എനിക്കത് അങ്ങനെയാണ് കണ്ട് പ്രൊമോ കണ്ടിട്ട് അങ്ങനെ തോന്നിയത്. അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. കഴിഞ്ഞ അടുത്ത വീഡിയോ വിശേഷണീയം വരുന്നതായിരിക്കും.